ലില്ലി ലില്ലി എന്തോ വന്ന് എടാ എടാ റൊണാൾഡേ ഇതെന്തത് എന്താ ചേച്ചി ദേ ഇതെന്തത് അയ്യോ ഞാൻ ഇന്നലെ ഒരു 2-2:30 കാണും. ദൈവം തമ്പുരാനെ അപ്പൊ വിളിക്കാറുന്നില്ലേ? വന്ന് കഥവ് എന്തോരം തട്ട് തട്ടിയെന്നറിയോ? ഫോണില് വിളിക്കണ്ടേ? ഞങ്ങൾ അതിന് ഇവിടെ കിടന്നു വെച്ചത്. ഞാനും കൊച്ചും മാത്രമല്ലേ ഉള്ളൂ. അത് പറ. ഫോണിൽ വിളിച്ചപ്പോ ഫോണകത്ത് ഇതില്ല, എന്റെ ഫോൺ ഓഫ് ആയി പോയി. ഞാനും കിടന്ന് ഇവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. എന്താ ഇങ്ങ പോകുന്നത്? അവിടെയാണ് നിങ്ങൾ എന്റെ റോസ്മേരിയെ മനസ്സിലാക്കിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാ സന്തോഷപൂർവ്വം യാത്ര അയച്ച് ബസ് സ്റ്റോപ്പിൽ വന്ന് വണ്ടി കയറ്റി. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഒന്നും പറയണ്ട. ഇവിടുന്ന് അങ്ങനെയല്ലല്ലോ പോയി. ഇവിടുന്ന് ചെന്നാൻ അന്ന് 2 ദിവസമൊക്കെ ഭയങ്കര പിരിമുറുക്കം വർത്താനമൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്കൊരു ഇച്ചിരി പണി പൈസ കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ ആ പൈസ കിട്ടിയാന്ന് വെച്ചാൽ ചിക്കനും ചീനയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് വൈകിട്ട് പിള്ളേരെ കൊണ്ട് ബീച്ചിൽ പോയി. ബീച്ചിൽ ചെന്നപ്പോ ചൂരൊക്കെ നല്ല ജോളിയമ്മാമ്മയുടെ മോനെ അറിയാം, തിമ്മൻ ഷാജി എന്നോട് പഠിച്ചു. അവന് ചെന്ന ടയർ കടയൊക്കെ ആയിരുന്നു. അവൻ അതും വിട്ടിട്ട് ഇപ്പൊ വന്നിട്ട് ബീച്ചിന്റെ അവിടെ ഒരു ചെറിയ കടയിൽ ലോട്ടറി കച്ചവടം, ഐസ്ക്രീം, അങ്ങനെ കുറെ പരിപാടിയുണ്ട്. അങ്ങനെ അവൻ കണ്ട് കാര്യമൊക്കെ പറഞ്ഞ് ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് അവൻ നിർബന്ധിച്ച് ഒരു 4 ടിക്കറ്റ് എടുപ്പിച്ചു. ലോട്ടറി ടിക്കറ്റ്? ഓ, പിറ്റേന്ന് ഉച്ചയായപ്പോ അവനെ വിളിച്ചു പറയേ അതിന് പ്രൈസ് അടിച്ചു. ലോട്ടറി അടിച്ച 4നും അടിച്ച് സെയിം നമ്പർ ആയിരുന്നു. സന്തോഷ പൂത്തിരി കൊണ്ട് കൊടങ്ങാവള 6 അടി. പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ റോസ്മേരിക്ക് എന്നെ ആവശ്യമില്ലല്ലോ. ആ തക്ക നോക്കി വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് അപ്പച്ചനും അമ്മച്ചിക്കും വേണ്ട ഗുളികളെല്ലാം മേടിച്ചു കൊടുത്തിട്ട് ഞാനങ്ങോട്ട് പോയിട്ട് 1-2 പണി വന്നിടപ്പുണ്ട്. പോയിട്ട് വന്നു. ആ സന്തോഷം തീരുന്നതിന് മുമ്പ് കെട്ടിയെടുത്ത് ഞാനും ചോർന്ന് അവള് തന്നെ ബസ് സ്റ്റോപ്പിൽ വരെ കൊണ്ടുവിട്ടു. ഹയ്യ, ഓ ശ്വാസം നേരെ വീണ. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ മണം കിട്ടി ഇവിടെ സെറ്റായത്. എന്തിയെ എല്ലാരും? അതുങ്ങളും പിള്ള കൊച്ചുങ്ങളും ഉറങ്ങുന്നു. അയ്യോ, ചായ ചായ വേണം കഴിക്കാൻ. എന്തായാലും കാര്യമായി. എനിക്കിന്ന് കടയിൽ പോണായിരുന്നു, സാധനങ്ങളൊക്കെ തീർന്നിരിക്കുവായിരുന്നു. റെഡി. ലോട്ടറി അടിച്ചാൽ ചെലവിയാണ് ഞങ്ങക്ക്. ചെന്നിട്ട് അന്ന് കക്കൂസി പോണം, വയറ് കാലിയാക്കണം, ആഹാരം കഴിച്ച് വയറ് ഫുള്ളാക്കണം. അത് ചെലവ്. ഇവിടെ കിടക്കാൻ നല്ല സുഖമാട്ടോ, പിന്നെ നല്ല കാറ്റുണ്ട്. അമ്മ പിടിച്ച് കടിക്കും. ഇതിന് പോയതിനേക്കാളും ഭാരം ഉണ്ടല്ലോടാ ബാഗിന്. പിള്ളേർക്ക് എന്തൊക്കെ മേടിച്ചോളൂ തന്നിട്ടുണ്ട്. എഴുന്നേറ്റാ? അങ്ങനെ എഴുതാൻ എന്തിനാണ് നിലവിളിക്കുന്നവള്? ആ ചേച്ചിയാ, ചേച്ചിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. റൊണാൾഡോ? ഏട്ടനെങ്ങനെ മനസ്സിലായി? അവൻ പോയതിനും വേഗത്ത് വരുന്നത് എനിക്ക് അറിയാമല്ലോ. ഈ പറഞ്ഞ അട്ടയെ പിടിച്ച് മെത്തേ കിടത്താൻ കിടക്കൂലല്ലോ. അതെന്ത് എന്റെ ആങ്ങളെ അട്ട എന്ന് പറഞ്ഞത്? വേറെ ഒരു പഴഞ്ചൊല്ലും കിട്ടിയില്ല ഏട്ടന്. ഇടി പഴഞ്ചൊല്ലി പറഞ്ഞാലും കുഴപ്പമുണ്ട്. അങ്ങനെ വേറെ ഒരെണ്ണം പറയാം, അവന് ചേർന്ന് വേറെ ഉണ്ട്. മടിയൻ മല ചുമക്കും. ഓ, ഇനി അതുപോലെ വേറെണ്ണുണ്ട്. അപ്പുറത്തോന് ഇവനോട് ചേർത്തൊരു സാധനമുണ്ട്. അല്പൻ ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയിൽ കൂടെ പിടിക്കും. എനിക്ക് ഏട്ടനെ പറ്റിയിട്ട് തിരിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ആലോചിച്ചിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോ വന്ന് പറയാം. മൗനം വിദ്വാൻ പുരുഷൻ. അതെ. പിന്നെ കുറ്റം പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്തൊരു ഇടിയായിരുന്നു. റൊണാൾഡോ പൊക്കോന്ന് എന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ കുറ്റം പറഞ്ഞവര് തന്നെ അടുത്ത കടയിൽ പറഞ്ഞു വിടുവാ ചേച്ചി. വന്ന് കേറിയില്ല. ആ, നീ ഇപ്പൊ അവളെ മാത്രം കുറ്റം പറയണ്ട, നീയും പറഞ്ഞു വിടുമല്ലോ ഓരോ സ്ഥലത്തേക്ക്. എന്ത്? എന്റെ ആങ്ങളെയല്ലേ, എന്റെ ആങ്ങളോട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ അവക്കും ബന്ധമല്ലേ? ഓഹോ, പിന്നെ എന്തിനാ കുറ്റം പറയാൻ നിൽക്കുന്നത്? കുറ്റം രണ്ടുപേരും കണക്ക് തന്നെ. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ അവനൊരു പ്രായപൂർത്തിയായ ഒരു വലിയ ചെറുക്കനാണ്. അവൻ 2 മക്കളൊക്കെ ഉണ്ട്. ആ പിള്ളേരും വളർന്നു നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ അവ അങ്ങോട്ട് എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിനു വേണ്ടി നിർത്തിയിരിക്കും പോലെയാണ് അവരുടെ പെരുമാറുന്നത്. അതാരാന്നറിയോ പെരുമാറുന്നത്? ചേച്ചി എന്തോരം പണിയെടുപ്പിക്കുമെന്നറിയോ പാവത്തിനെ കൊണ്ട്. തീരുമ്പോഴാ പണി കൊടുക്കണത്. ഞാൻ അവളോട് വെച്ചപ്പോ അവളോട് നിന്നെയാണ് പറഞ്ഞത്. പിന്നെ അതാക്കാവുന്ന എല്ലാവർക്കും. ആ ശരി, ഇനിയിപ്പോ ലോകത്തോട് മൊത്തം ചോദിക്കണ്ട, ഞാൻ കണ്ട് മനസ്സിലാക്കി പഠിച്ചോളാം. വേറൊരു കാര്യം, അല്ല ഈ മറ്റോടേക്ക് വിട്ടാ അവനെ? ആരാ? അതല്ലേ കെട്ടി വലിച്ചോണ്ടല്ലേ പോയത്? അല്ല, ലോട്ടറി അടിച്ചെന്ന്.
ലോട്ടറി അടിച്ചപ്പോഴത്തേക്ക് പൈസ കിട്ടിയല്ലോ, ബ്രോസ്റ്റേജിക്ക് പൈസ മതിയല്ലോ, അപ്പൊ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അത് കേക്കട അടി കൂടിയതാന്ന് തോന്നുന്നു. അതിപ്പോ ലോട്ടറി അടിച്ചാലില്ലെങ്കിൽ അവിടെ ചാടുമല്ലോ, അതിന് വേണ്ടി അടിച്ചാ വല്ല ചെറിയ പൈസ ഇല്ലായിരിക്കുമല്ലോ. എത്രയോ കണ്ട് അടിച്ചെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് കറക്റ്റായിട്ട് നമ്മളോട് പറയത്തില്ലല്ലോ. ചായ എടുക്കട്ടെ? ചായ ഒന്നും വേണ്ട, നീ ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ പോവുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് ഈ പരിസരത്തുള്ള എല്ലായിടത്തും ഒന്ന് പറഞ്ഞു നിൽക്കുക, ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്, ബഹളം വെക്കരുതെന്ന്. ഈ പരിസരത്ത് എല്ലായിടത്തും ഓടി നടന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ആ ഗ്രില്ലിന്റെ അവിടെ ഒരു ബോർഡ് തൂക്കാം, അപകട മേഖലയെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ കൗണ്ടർ എന്നാലും അൻസാറൊക്കെ എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞേ? എനിക്കറിയില്ല, ഇവിടെ വരാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ എത്ര നേരമായി? വരാതിരിക്കില്ല. എന്താ ഇവിടെ നിക്കുന്നേ? അല്ല, ഞാൻ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുക. ബാങ്കിലോട്ടൊന്ന് വരണം. വരും. ബാങ്കിൽ വരാന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, ലോൺ അടയ്ക്കാനില്ലേ. പിന്നെ പുതിയ മാനേജരാ, ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതിനൊരു പരിധി തൊട്ട് നിങ്ങൾ ഒന്ന് ബാങ്കിൽ വന്ന് മാനേജരെ കണ്ടു. വരാം, ഉറപ്പായിട്ട് വരാം. ഓക്കെ. എന്താ ചെയ്യൂ ഇനി? ബാങ്കിലെ കൂട്ടുപലിശ എല്ലാം കൂടെ ഒരുപാട് ഒരു എമൗണ്ട് ആയിട്ടുണ്ട്. എന്തോ ചെയ്യാനോ ഇനി? എന്റെ വീട്ടിൽ മുത്തലക്ഷ്മി അറിയാൻ ആകെ പ്രശ്നമാവും. മുത്തലക്ഷ്മി പലതുകൊണ്ട് അടയ്ക്കാൻ വേണ്ടി പൈസ ഞാൻ എടുത്ത് മറിച്ചത്. ഇനി വല്ല കേസോ കാര്യങ്ങളോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. നമ്മളെ സംരക്ഷിക്കാൻ അപ്പം പാർട്ടിയും ഇല്ല, ഭരണവും ഇല്ല, ഒന്നുമില്ല. എന്തോ ചെയ്യൂ എന്തോ. അൻസാറ് ഇങ്ങോട്ട് വേടാ. അത് പൂരാടത്തിന്റെ വണ്ടിയില്ല, പൂരാടത്തിന്റെ വണ്ടിയാണ്. ഇങ്ങോട്ട് വരാൻ നോക്കാം. വാ കേറ്, കേറ്, അപ്പുറത്തൂടെ വാ, കേറ്. ആ പോട്ടു. ശശിയണ്ണ, ഞാൻ അങ്ങനെ അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടല്ല ഇപ്പൊ നമ്മുടെ പാർട്ടിക്കാര് പറയുന്നവർക്ക് മാത്രം കൊടുക്കുമ്പോഴത്തേക്കും മറ്റുള്ള ആൾക്കാർ, ഞാൻ പഞ്ചായത്തിലെ എല്ലാവരുടെ വോട്ടും കൊണ്ട് ജയിച്ചതല്ലേ, മറ്റുള്ളവർ ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും? അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ശശിയണ്ണ. ഞാൻ നോക്കാം, എന്തായാലും അപേക്ഷ വെക്കട്ടെ. എനിക്ക് 2-3 പേരുടെയൊക്കെ പരിഗണിക്കാം, മതി. കൂടുതൽ നമ്മൾ എങ്ങനെയാ ചെയ്യണേ? ഒരു മര്യാദ വേണ്ടേ? ശരി. ശശിയണ്ണൻ പൂരാടം. ഓ മക്കളെ, ഞാൻ വന്നതേ ഒരു കാര്യം പറയാനാ. പിന്നെ എന്റെ ഒരു കൂട്ടുകാരി രാധാമണി ഉണ്ടല്ലോ, ഏത്? ആ പോസ്റ്റ് ഓഫീസിന്റെ പുറകെ താമസിക്കുന്ന രാധാമണി. പിന്നെ അവരുടെ മോനുണ്ടല്ലോ, ഈ ടെലിഫോണൊക്കെ ശരിയാക്കി നടക്കുന്ന, മറ്റന്നാളല്ലേ ഈ ഗ്രാമസഭ, മറ്റന്നാള്. അപ്പൊ അവന്റെ വീട് മെയിൻറ്റെയിൻസ് ചെയ്യാനായിട്ട് ഒരു അപേക്ഷ കൊണ്ടുവരും. മക്കളെ കൊണ്ട് ഒക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും അതൊന്ന് ഒപ്പിച്ചു കൊടുക്കണം. അതിന്റെ കാര്യം പറഞ്ഞു വെച്ചേ ഉള്ളൂ. എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അവരോട് എൻ്റെ അപേക്ഷ മാത്രം തന്നാ പോലെ അവരോട് ഗ്രാമസഭയിൽ പങ്കെടുക്കാനും പറയണം. എന്നിട്ട് ഞാൻ നോക്കാം, പറ്റുന്ന പോലെ ചെയ്യാം. ഇനിയിപ്പൊ കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. ആടാ, കിട്ടിയോ? പൂരാണോ വിളിച്ചിരുന്നോ? അത് ശരി. അപ്പൊ തങ്കം ചേട്ടത്തിന് അറിഞ്ഞോണ്ടുള്ള പരിപാടിയല്ലേ? എന്ത് പരിപാടി? എന്താന്ന് അറിയത്തില്ല? പൂരാണം വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? പറഞ്ഞെങ്കിൽ ഞാൻ അതിന് തിരിച്ചു മറുപടി പറഞ്ഞല്ലോ. എന്തോ മറുപടി പറഞ്ഞു? നീ എന്തിനാ ഇതൊക്കെ ചോദ്യം ചെയ്യണം? നീ എങ്ങനെ അറിഞ്ഞു? എന്തോ മറുപടി പറഞ്ഞെന്ന് പറ, എന്നിട്ട് ബാക്കി ഞാൻ പറയാം.
മറുപടി എന്താ? ഗ്രാമസഭയിൽ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇത് കൊടുത്താൽ മതിയോ? ഗ്രാമസഭയെ ആ ഉരുളല്ലേ, അങ്ങ് ഒരുപാട് ഉരുളല്ലേ. എന്റെ അടുത്ത് ആ രാഷ്ട്രീയം കളി വേണ്ട കേട്ടോ. നീ എന്താ പറയണേന്ന് പറഞ്ഞാൽ അത് പറ. അമ്മേ, ഊരാടത്തിന്റെ വണ്ടിയിൽ നടരാജൻ, പുരുഷു, അൻസാറൊക്കെ കയറി പോകുന്ന ഞാൻ കണ്ടു. അതെന്തോ രാഷ്ട്രീയ ഒത്തുകളി നടക്കുന്നുണ്ട്. അങ്ങേറെ വണ്ടി ഇവര് കയറി പോകേണ്ട കാര്യം എന്തോ? പൂരാടത്തിന്റെ വണ്ടിയിലോ? ആ, ഇവര് 3 പേരും. എന്റെ ഈ 2 ചപ്പളാച്ചി കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ട് വരുന്ന കാര്യം ഓടെ ഇറക്കാൻ നിനക്ക് വല്ല തോന്നിയതായിരിക്കും. ഇത് തോന്നലല്ല. തങ്കച്ചേട്ടത്തി ഇതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞില്ല? ഇല്ല. ഇതെന്തോ ഒത്തുകളിയാണ്. മിക്കവാറും ക്ലീറ്റർ മച്ചമ്പി പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങേർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും പണിയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, കൂറാടത്തിന് ഇടിച്ചാൽ ഉത്രാടമാകും. അങ്ങനെ ആരും പരാതി കൊണ്ട് വരരുത്. ഒത്തുകളി മണക്കുന്നുണ്ട്. നിങ്ങളത് അറിഞ്ഞില്ലെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അറിയല്ലേ? ഹലോ, ആ ശശി അണ്ണ. ആഹാ, പിന്നെ നമ്മുടെ അൻസാറിനെ നടരാജനെയൊക്കെ എങ്ങാനും കണ്ടായിരുന്നോ ശശി അണ്ണൻ? ഇല്ലേ? ഉറപ്പാണോ? അല്ല, എനിക്കിങ്ങനെ എന്നോട് കണ്ട ഒരാള് പറഞ്ഞു അവര് ശശി അണ്ണന്റെ വണ്ടിയിൽ കയറി പോണ കണ്ടെന്ന് പറഞ്ഞു. ആ, ഓ ശരി ശരി ശരി. ആ, എന്നാ തോന്നിയതായിരിക്കും. ശരി. എന്തായാലും അവൻ കാണാത്തതൊന്നുമില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്ന വിവരം തങ്കം അറിഞ്ഞു. നിങ്ങൾ ആരാണ് തങ്കത്തിന് മെസ്സേജ് കൊടുത്തത്? മെസ്സേജോ? ഞങ്ങളാരും അയക്കത്തില്ല മെസ്സേജ്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ശരി, അതവിടെ ഇരിക്കട്ടെ. തങ്കത്തിനോട് ഞാൻ മറുപടി പറഞ്ഞോളാം. പിന്നെ എന്തായാലും നിങ്ങളുടെ സൊസൈറ്റിയിലെ ലോണിന്റെ കാര്യമൊക്കെ? അത് പുരാണം അങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. രാഷ്ട്രീയമല്ലേ അൻസാറേ, അറിയാതിരിക്കുവോ? എന്തായി? അടയ്ക്കും. എങ്ങനെ? അതൊക്കെ എങ്ങനെയൊക്കെ അടയ്ക്കും. അടച്ചല്ലേ പറ്റൂ. എടുത്ത പൈസ അല്ലേ. അൻസാറേ, നിങ്ങൾ ഇത്രയും വിഡ്ഢികളാക്കിയതാ അറിയാമോ? ക്ലീറ്റസ് മത്തായി, നിങ്ങളുടെ വലിയ നേതാവ്. പൂരാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. ക്ലീറ്റോ ഒന്നും ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്യത്തില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അത് നിങ്ങളുടെ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആൾക്കാരാ. സമ്മതിച്ചു, നിങ്ങളുടെ വിശ്വാസം അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ക്ലീറ്റസ് മത്തായി ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, അതറിഞ്ഞോ? അത് തുടങ്ങി. അത് ക്ലീറ്റസിന് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും കൂടെ അതിനെ പരിപോഷിച്ചാണ് അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങിയത്. ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്, പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഞങ്ങളുടെ ഉണ്ട്. അതും ഞാൻ പിന്നെ സമ്മതിച്ചു. ഒരു പ്രസ്ഥാനമൊക്കെ തുടങ്ങിയിരിക്കുന്നത് നല്ലതല്ലേ? അന്ന് നല്ലത് തന്നെ. പക്ഷെ അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഒരു ഓഫീസാകുമ്പോ സുന്ദരിയായിട്ടൊരു സ്റ്റാഫൊക്കെ വേണം. അതൊരു ഓഫീസിന്റെ രീതിയല്ലേ? അതും ഞാൻ സമ്മതിച്ചു. പക്ഷേ അവിടെ എന്തുകൊണ്ട് നടരാജന്റെ ഭാര്യ മുത്തുലക്ഷ്മിയോ അല്ലെങ്കിൽ അൻസാറിന്റെ ഭാര്യ ആബിദയോ എന്തുകൊണ്ട് വെച്ചില്ല? പുരാണം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. അതൊക്കെ ഇരിക്കട്ടെ. പൂരാടം ഇപ്പൊ ഞങ്ങളോട് എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? അത് പറ. അത് ഞാൻ പറയാം. നിങ്ങളെ ഞാൻ RDPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, 3 പേരെ. എന്തിന്? പുരാണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അതൊക്കെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങളുടെ കൂടെ വരുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം നിങ്ങളെ ചതിച്ചില്ലേ? നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും ചെയ്തു തന്നോ? നിങ്ങൾക്ക് ആ സൊസൈറ്റിയിൽ അടയ്ക്കാനുള്ള മുഴുവൻ പൈസയും ഞാൻ തരാം. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് സഹായത്തിനും ഞാനും എൻ്റെ പ്രസ്ഥാനവും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഉറപ്പ്. അതൊന്നും ശരിയാവില്ല പൂരാടം. അങ്ങനെ അൻസാറേ, ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ 3 പേരും ആലോചിച്ചിട്ട് എന്നോട് മറുപടി പറ. വെറുതെ പിടിക്കണ്ട. ശരി, ഞാൻ പറയാം. ഓക്കെ. അല്ല നേതാവേ, നമ്മൾ ഇത്രയും പൈസ ഓഫർ ചെയ്ത് ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് ക്ഷണിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? ഉണ്ട്. എന്താണെന്നറിയോ? ചെറിയ ഇരയിട്ടിട്ട് തിമിംഗലത്തെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മള് ഇവർക്ക് കൊടുക്കുന്ന കാശുണ്ടല്ലോ, ഇവര് കൊണ്ടുപോയി അടിച്ചു പൊളിക്കുമ്പോൾ അത് കാണുമ്പോൾ എന്തായാലും ക്ലീറ്റോയും നമ്മുടെ കൂടെ വരും.
പിന്നെ DDT എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇല്ലാതാവും. RDP മാത്രമായിരിക്കും പിന്നെ. അതാണ് എൻ്റെ ഒരു ഐഡിയ. അത് സൂപ്പറാ. ക്ലിറ്റോ അളിയാ, ഓ ക്ലിറ്റോ. ആ അതാ വരുന്നു. അൻസാർക്കായിരുന്നോ? എന്തുണ്ട്? അയ്യോ ഒന്നുമില്ല. ഇന്ന് പഞ്ചായത്ത് പരിപാടി ഒന്നും ഇല്ലേ? പോണം. ക്ലിറ്റോ ഇല്ല ഇവിടെ? ഇല്ല. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ക്ലീറ്റ് എറണാകുളത്തിന് പോയി. ചിലപ്പോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ആ പിന്നെ എന്തുറ്റി? ഞങ്ങളില്ല സഹകരണ ബാങ്കിൽ നിന്ന് പരസ്പര ജാമ്യത്തിൽ ലോൺ എടുത്തില്ലേ? അത് കൊറേ മുമ്പല്ലേ? ആ അത് കൊറേ ആയി. ആ അതാ എമൗണ്ടും കൂട്ടുപലിശ എല്ലാം ഇപ്പം വലിയ എമൗണ്ട് ആയി. ഇപ്പൊ അത് ഉടനെ തിരിച്ചടച്ചേ പറ്റത്തുള്ളൂ. വലിയ പ്രശ്നമായിരിക്കാം. ഒന്നുകിൽ അത് തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടയിടണം. അയ്യോ, വലിയ ഞാനൊത്തത് അടയ്ക്കുന്നുണ്ടായിരുന്നെന്ന്. എവിടെ അടയ്ക്കുന്ന? വല്ലപ്പോഴൊക്കെ അടയ്ക്കും. എപ്പോഴും അടച്ചാലേ തീരത്തുള്ളൂ. ക്ലീറ്റോ വിളിക്കുമ്പോ ഞാൻ പറയാം. ക്ലീറ്റോ വിളിച്ചാ ഒന്ന് പറഞ്ഞേക്കുന്നല്ലേ? ശരി, ഓക്കെ. അൻസാർക്ക ഒരു കാര്യം ചോദിക്കട്ടെ. പിന്നെ ശശി അണ്ണനെ കണ്ടായിരുന്ന? പൂരാട ശശി അണ്ണനെ? ഇല്ല. കണ്ടില്ലേ? ഇല്ല. പൂരാട ശശിയും ഞങ്ങളൊക്കെ ശത്രുപാളത്തിൽ നിൽക്കുന്നവരല്ലേ? ഞങ്ങൾ തമ്മിൽ എന്തോ? അല്ല, നിങ്ങള് കണ്ടു ഇങ്ങനെ പറഞ്ഞേ? ആര് പറഞ്ഞു? ശശി അണ്ണൻ തന്നെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ കണ്ടെന്നാ? ആ അത് റോഡിൽ വെച്ചാ വിചാരിട്ടൊന്ന് കണ്ട. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തങ്കം അറിയാതിരിക്കുമോ? നിങ്ങളെ പാർട്ടിക്കാരല്ലേ, നിങ്ങളുടെ നേതാവല്ലേ? ആ സാർ, എന്തുണ്ട് വിശേഷം? ഞങ്ങൾക്ക് എന്താ വിശേഷം? സാറിനല്ലേ? സാറിപ്പം പ്രൊമോഷനൊക്കെ ആയി SI ആയി വലിയ പൊളിപ്പിക്കുകയാണ്. നിങ്ങളുടെ പാർട്ടിയൊക്കെ? ഓ, പാർട്ടി ഇപ്പൊ ഇങ്ങനെ പാർട്ടിയിലെ ഞങ്ങളുടെ തലയില്ലല്ലോ. ഇപ്പം തലയില്ലാത്തൊരു കുറവുണ്ട്. ശരി, അപ്പൊ എന്നാ ശരി. അതെ, ഇന്നേ നമ്മുടെ റൊണാൾഡേ പുറത്തു പോയപ്പോഴത്തേനും അൻസാർക്കയും നടരാജനും പുരുഷവും കൂടി നമ്മുടെ പൂരാട ശശിയണ്ണന്റെ വണ്ടി കയറി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. നടരാജനും പുരുഷവും. അതെന്തിനായിരിക്കും? ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ ഇല്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കള്ളത്തരമുണ്ട്. നേരത്തെ പറഞ്ഞ തല പോയെന്ന് പറഞ്ഞില്ലേ? നീ വാല് മാത്രമല്ലേ ഉള്ളു. വാലിന് നീന്തി തുടിക്കാൻ തല വേണമല്ലോ. അപ്പൊ തല ഉള്ളിടത്തോടെ അവര് പോകും. അത് ഈ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അടിയത്. ഇന്ന് കാണുന്ന പാർട്ടിയിൽ അവിടെ നാളെ കാണൂല. ഏറ്റവും കൂടുതൽ മറുകണ്ഠം ചാടുന്ന ആരാ? രാഷ്ട്രീയക്കാര്. ഉറപ്പായിട്ട് തന്നെ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അവരെ. അങ്ങനെയൊക്കെ ചെയ്തു കളയോ? നീ ഇപ്പൊ ഇറങ്ങിയതല്ലേ ഉള്ളു രാഷ്ട്രീയത്തില്. മാത്രം നീ തന്നെ സ്വയം ചിന്തിച്ച് നോക്ക്. നീ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്ത ആർക്കായിരുന്നു? DDTക്ക്. ഇപ്രാവശ്യം നീ വോട്ടുകാർക്ക്? എന്റെ കാര്യമൊന്നും പറയാതിരിക്കാന്നല്ലോ. എടാ, ഇതിപ്പോ ക്ലീറ്റോനോട് പറയണോ? അവൻ വിട്ട കേസല്ലേ, നീ എന്റെ പറയാൻ പോണെന്തിന്? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൊണാൾഡോ വഴി നമുക്ക് അറിയാൻ പറ്റും. അവന്റെ മനസ്സൊന്നും ഇരിക്കൂലല്ലോ. അത് പിടിക്കാം നമുക്ക്. അന്വേഷിക്കണോ? വേണ്ടേ, രണ്ടും എന്റെ പ്രസ്ഥാനം. അത് പാടില്ല. നിൽക്കുന്നിടത്തായിരിക്കണം ചോറ്, അല്ല കൂറ്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും വന്നല്ലോ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും എടുക്കാം. എൻ്റെ പാർട്ടിയിൽ വന്നാൽ RDPയിൽ നിങ്ങൾ വരുവാണെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് പോരല്ലോ പൂരാടം. പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും തരാം. എത്ര വേണമെങ്കിലും തരുമോ? പൂരാടം, ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ പണം കൊണ്ട് ഞങ്ങളെ 3 പേരും തുലാഭാരം ചെയ്താൽ പോലും ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമുണ്ട്. അത് വിട്ട് ഞങ്ങൾ ഒരു പാർട്ടിയിലേക്കും ഇല്ല. മനസ്സിലായില്ല? ഞങ്ങളെ രാവും പകലും ഇല്ലാതെ പോസ്റ്റർ ഒട്ടിച്ച് സമരവും ചെയ്ത് കൊടിയും പിടിച്ച് പോലീസുകാരുടെ അടിയും കൊണ്ടേ രക്തം വെള്ളമാക്കി ഉണ്ടാക്കിയ പ്രസ്ഥാനമായത്. നിങ്ങളിനി കോടിക്കണക്കിന് രൂപ മറിച്ചാലും ഞങ്ങളാരും പാർട്ടി വിട്ട് മാറത്തില്ല. നിങ്ങളെ പണം കണ്ട് കൂറുമാറുന്ന ചില ഊച്ചാളികൾ രാഷ്ട്രീയത്തിലുണ്ടാവും. ഞങ്ങളെ ഗണത്തിൽപ്പെടുത്തരുത്.
പൂരാടെ ഇന്നലെ എന്തോ പറഞ്ഞു, ക്ലീറ്റസ് ഞങ്ങളെ എല്ലാം വിട്ട് പാർട്ടി വിട്ട് പുറത്തുപോയി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങി. ശരിയാണ്, സ്ഥാപനം തുടങ്ങി. ക്ലീറ്റസ് മത്തായി പാർട്ടി പറഞ്ഞിട്ട് തൽക്കാലത്തേക്കൊന്ന് മാറി നിന്നതാണ്. അത് ഡൽഹിയിൽ നിന്ന് ഒരു നേതാവ് പുതുതായിട്ട് ഇവിടെ ചാർജ് എടുത്തതുകൊണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ DDT പാർട്ടിക്ക് വേണ്ടിയിട്ട് ക്ലീറ്റസ് മത്തായി ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരാളും ചെയ്തിട്ടില്ല, ഇനി ഒരുത്തനും ചെയ്യാനും പോകുന്നില്ല. നിങ്ങൾ ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയോ, ഈ DDT പാർട്ടിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഈ ക്ലീറ്റസ് മത്തായി വെള്ളം ഇട്ട് നാളെ വീണ്ടും പാർട്ടിയിൽ വരും, അറിയാമോ? അത് നിന്റെ തോന്നലാണ് സാറേ. ഞങ്ങൾക്കൊരു തോന്നലും ഇല്ല. നിങ്ങൾ കുറെ നോട്ട് കെട്ടെടുത്ത് മലത്തിയാലേ ഞങ്ങൾ നിങ്ങളുടെ പാർട്ടി ചേരുമെന്ന് തോന്നി നിങ്ങൾക്കാ തോന്നല്. അതാണ് തോന്നല്. പിന്നെ പോരാടത്തിനോട് പറയാനുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ നേതാവിനോട് പറയാനുള്ളത് എന്തോ വെച്ചാൽ കണ്ടുപിടിച്ചോ കേട്ടാ, പറയടാ. ക്ലീറ്റസ് മത്തായി